أشهد أن محمدا رسول الله. അനേകം വർഷങ്ങൾ നിരാശയുടെ പ്രതീകമായി സഞ്ചരിച്ചിരുന്ന വന്യപിതാവിന്റെ പ്രതീക്ഷയുടെ നാന്ദി കുറിച്ചിട്ടാണ് ആ മഹാമനീഷി അവിടം നങ്കൂരമിടുന്നത്. തനിക്കു ശേഷം ഈ പാണ്ഡിത്യ കുടുംബത്തിന്റെ ശൃംഖലയെ കോർത്തിണക്കാനായി ഒരു കണ്ണിയുമില്ലാത്ത വ്യാകുലതയിൽ ഇരിക്കെയാണ് ഒരു സുവർണ പ്രഭയായിട്ട് അദ്ദേഹം ഭൂമി ലോകത്തേക്ക് ആഗതമാകുന്നത്. നിത്യം സുഗന്ധം വീശുന്ന ഒരു അസ്രമുല്ല കൂടിയും തുടക്കമാവുകയാണവിടം. കാലത്തിന്റെ നിയോഗം പോലെ കടന്നു വന്ന് സൃഷ്ടാവായ അള്ളാഹുവിന്റെ സ്മരണയിൽ സ്വയം ഉരുകിത്തീർന്ന് സമുദായത്തിന്റെ മുന്നിൽ ആത്മീയതയുടെ നിലാവെളിച്ചം പകർന്ന മർഹൂം മക്കട്ടീരി മൊയ്തീൻകുട്ടി മുസ്ലിയാരുടെ മകനായി ഖാദർ ഉസ്താദ് ജനിക്കുന്നതോടെയാണ് ആ ദീപ്ത സ്മരണയ്ക്ക് മുന്നിൽ ചരിത്രം വഴി തുറക്കുന്നത്. സ്വന്തം മഹല്ലായ അരീക്കാട്ട് 60 വർഷം ഖാദിയായി സേവനം ചെയ്ത ഒരു ജനതയുടെ ആത്മീയ ആശാകേന്ദ്രവും നിരാരംഭരുടെ അഭയസ്ഥാനവുമായ മർഹൂം മൊയ്തീൻകുട്ടി മുസ്ലിയാരുടെയും താനാളൂർ സ്വദേശിനി ബിയുട്ടി ഉമ്മയുടെയും 12ാമത് പുത്രനായിട്ടാണ് ഉസ്താദ് ജനിക്കുന്നത്. പ്രിയ ജ്യേഷ്ഠന്മാരിൽ നിന്നും പ്രാഥമിക പഠനം കരസ്ഥമാക്കിയ ശേഷം ചെറിയ മുണ്ടംപറപ്പുതടത്തും തലക്കടത്തൂരിലും തുടർച്ചയായ പഠനത്തിലൂടെയാണ് ഇൽമിന്റെ പാന്താവിലേക്കുള്ള ഉസ്താദിന്റെ ആഗമനമുണ്ടാകുന്നത്. ദൈവബന്ധി ദാറുൽ ഉലൂമിൽ നിന്നാണ് അദ്ദേഹം ഉപരിപഠനം പൂർത്തിയാക്കുന്നത്. തൊട്ടടുത്തുള്ള വർഷം രാമനാട്ടുകര ചെമ്മല്ലിൽ ഖത്തീബും മുദരിസും ഖാദിയുമായി നിയമിതനായി. തന്റെ ആദ്യ ഹജ്ജിനു ശേഷം കരുവാരക്കുണ്ട്, കോടമ്പുഴ എന്നിവിടങ്ങളിലും മുദരിസായി സേവനം ചെയ്യുകയും പാണ്ഡിത്യ ലോകത്തേക്ക് അനേകം ശിഷ്യഗണങ്ങളെ സമർപ്പിക്കുകയും ചെയ്തു. സദസ്സിന്റെ സമയത്ത് ചരിത്രം പറഞ്ഞ കോൺഫിഡി ലൈലത്തുൽ ഖദറിനെ സംബന്ധിച്ച് പറഞ്ഞു. അതെ, ഉസ്താദിന്റെ കൂടെയുള്ള ഒരാളും രണ്ടാളും പാടെ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു പള്ളിയിൽ താമസിച്ചിരുന്നു. അത് രണ്ടാൾക്ക് 2 ഉദ്ദേശം. ഉസ്താദ് ഹജ്ജിന് പോകണം, വളരെ ആഗ്രഹമുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് അത് രണ്ടാൾക്കും അത് പഠിച്ചു. സംഘടനാ രംഗത്ത് അതിരറ്റ സേവനങ്ങൾ അർപ്പിച്ച മുസ്ലിയാർ സ്വന്തം നാട്ടിലെ SYS പ്രവർത്തകനായാണ് സംഘടനാ രംഗത്തേക്ക് കടന്നു വരുന്നത്. തന്റെ സേവന കാലയളവിൽ കോഴിക്കോട് ജില്ലാ ജമിയത്തുൽ ഉലമയുടെ വൈസ് പ്രസിഡന്റായും അനേകം നേതൃ പദവികൾ അദ്ദേഹം അലങ്കരിച്ചു. 20ാം നൂറ്റാണ്ടിലെ അന്തിമ പകുതിയിലെ 62ലാണ് ഉസ്താദ് ഹജ്ജിന് തുടക്കം കുറിക്കുന്നത്. സംസ്ഥാന കേരള ജമിയത്തുൽ ഉലമ സെക്രട്ടറി രാമന്തളി മുഹമ്മദ് കോയ തങ്ങൾ, സെയ്ദ് ത്വാഹ തങ്ങൾ, ഫഖറുദ്ദീൻ തങ്ങൾ തുടങ്ങിയ മഹത്തുക്കളുടെ കൂടെയുള്ള യാത്ര പിന്നീട് 1921 മഹാനായ ഖായിമുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ, ഷംസുൽ ഉലമ തുടങ്ങിയ ഒട്ടനവധി സാദാത്തുകളുടെ കൂടെയായിരുന്നു തന്റെ യാത്ര നിലനിന്നിരുന്നത്. എപ്പോഴും സുഹൃത്തുക്കളെ പോലെ പെരുമാറുന്നുണ്ട്. സംശയമേട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് പോവും, വീട്ടിൽ പോവും. സംശയമേട്ട് എല്ലാ കാര്യവും മുപ്പത് പറഞ്ഞേക്കും. അങ്ങനെ നല്ല ഒരു ബന്ധമായിരുന്നു. തനിക്ക് പാണ്ഡിത്യം നൽകി അറിവിന്റെ 7ാം ആകാശം കീഴടക്കാൻ ചുക്കാൻ പിടിച്ച ഉസ്താദുമാരോട് വച്ചു പുലർത്തിയ ആദരവും മര്യാദയും വരും തലമുറയ്ക്ക് മാതൃകാപൂർണമായിരുന്നു. ഖാദറാജിന്റെ ഉസ്താദിന്റെ ഉസ്താദാണ് ഓക്കെ ഉസ്താദ്. ഉസ്താദുൽ അസാത്തീർ എന്നാണ് ഓക്കെ ഉസ്താദിനെ പറയാ. അപ്പോൾ ആ ഓക്കെ ഉസ്താദിന്റെ അടുത്ത് പ്രാവശ്യം ഞാനും എൻ്റെ ഒരു അലിയുടെ ഒപ്പരം ഉസ്താദ് പറഞ്ഞ് ഞങ്ങളോട് ഇരിക്കുന്ന പറഞ്ഞു. അപ്പം നിങ്ങൾ ഇരിക്കുകയാണ്. അപ്പോൾ എന്നോട് ഉസ്താദ് പറഞ്ഞ് ഉസ്താദ് ഇരിക്കാൻ പറഞ്ഞ നിങ്ങൾ ഇരുന്നോട് പറഞ്ഞു. ഞാൻ അപ്പോൾ ഉസ്താദ് അവിടെ ഇരിക്കില്ല, ഉസ്താദ് ഇരിക്കുന്നത് താഴത്താണ്. താഴത്തെന്ന് പറഞ്ഞാൽ 2 കാലും പതിച്ചിരിക്കണില്ല, മുട്ടുകുത്തിയായി ഇരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ എനിക്ക് മനസ്സിലായില്ല. അപ്പം ചോദിച്ചപ്പോൾ പറഞ്ഞിട്ട് എൻ്റെ ഉസ്താദാണ്, ഉസ്താദ് മാത്രമല്ല അത് ഉസ്താദുൽ അസാത്തീറാണെന്ന് പറഞ്ഞു. ഗുരുവര്യരോട് മാത്രമല്ല തന്റെ സമസ്യ സ്നേഹമസർണ സുഹൃത്തുക്കളോടും വിനയകാരുണ്യത്തോടെയായിരുന്നു അവിടുത്തെ പെരുമാറ്റം. അറിവിന്റെ പാതായങ്ങൾ കീഴടക്കുന്നതിനിടയിൽ സൗഹൃദമെന്ന അലങ്കൃത പുഷ്പങ്ങളെ വാടാൻ അദ്ദേഹം ഒരിക്കലും അനുവദിച്ചിരുന്നില്ല. ചില സമയത്ത് മുമ്പ് നമ്മളൊരു പിതാവിനെ പോലെയാണ്, ചില സമയത്ത് മുമ്പ് നമുക്ക് നല്ലൊരു ഉസ്താദിനെ പോലെയാണ്, ചില സമയത്ത് നമ്മളെ ഏറ്റവും അടുത്ത ചങ്ങാതിയാണ്.
താൻ കരസ്ഥമാക്കിയ പാണ്ഡിത്യം തന്നിൽ തന്നെ ഒതുക്കാതെ മറ്റുള്ളവരിലേക്ക് പകർന്നുകൊണ്ടായിരുന്നു ഉസ്താദിന്റെ ഓരോ പടികളും ഗമിച്ചിരുന്നത്. ഭൗതികതയുടെ അതിപ്രസന്നതയിൽ മതിമറന്നുകൊണ്ട് ഗതിയറിയാതെ സഞ്ചരിച്ചിരുന്ന രാമനാട്ടുകര നിവാസികളെ അന്ധകാരത്തിന്റെ പടുങ്കിയിൽ നിന്ന് കരകയറ്റാനെത്തിയത് ഉസ്താദിന്റെ വാക്കുകളും ആശയങ്ങളുമായിരുന്നു. മലയാളത്തിന്റെ അഷ്ടദിക്കുകളിൽ നാഥനില്ലാ വ്യാകുലതകളായിരുന്ന സമുദായത്തിൽ വിജനമരുഭൂമിയിലെ മരീചിക ഹർഷമായിട്ടാണ് ഉസ്താദ് തിളങ്ങിയിരുന്നത്. ദുനിയാവിനെ ഹൃദയമിടിപ്പാക്കിയ രാമനാട്ടുകാർക്ക് പാരിത്രിക ലോകത്തിലെ സുഖസൗഖ്യങ്ങളെ തിരഞ്ഞെടുക്കാൻ വഴിയൊരുക്കി ഉസ്താദിന്റെ ഓരോ പ്രഭാഷണങ്ങളും ചരിത്രത്തിന്റെ തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. മഹാത്മ്യങ്ങളെ പറ്റിയും സൂഫിയാക്കളെ സംബന്ധിച്ചൊക്കെ പ്രതിപാദിക്കുന്ന പരിപാടികൾ ഖാദർ മുസ്ലിയാര് നമ്മളെ ഏറ്റവും അടുത്ത ആളാണ്. പക്ഷെ നമ്മളോട് നല്ല കാര്യങ്ങളല്ല വേറൊന്നും പ്രവർത്തിക്കാനും ചെയ്യാറില്ല. അപ്പോൾ മരണശേഷം നമ്മളെപ്പോഴും മൂപ്പരെ പറ്റി ചിന്തിക്കാറുണ്ട്, പറയാറുണ്ട്. പണ്ഡിത പ്രതിഭരുടെ വാക്കുകളെ തിരസ്കരിച്ച് പള്ളി വിശാലത്ത് ഭൂമി നൽകാൻ വിസമ്മതിച്ചവരെ തന്റെ വാക്കുകളുടെ സൗന്ദര്യത്തിലൂടെ യഥാർത്ഥമാക്കിയ സംഭവങ്ങൾ എന്നും അനുസ്മരണീയമാണ്. കാഗജ് തുല്യമായ അറിവിൻ തോപ്പിൽ തന്റെ സുഖങ്ങൾ പകർന്നു നുകർന്ന് വിനിയോഗിക്കുന്നതോടെ അറിവിനെ കൊതിക്കുന്ന കാഗസംഘങ്ങളെ വാർത്തെടുക്കാൻ ഉസ്താദിന്റെ മനസ്സേറെ മോഹിച്ചിരുന്നു. ദാറുൽ ഹുദയുടെ തുടക്കം മുതലേ മാനേജിംഗ് കമ്മിറ്റി മെമ്പറും പിന്നീട് സെനറ്റ് അംഗത്വം കൊണ്ട് അലങ്കരിക്കപ്പെട്ട ഉസ്താദ് തത്തുല്യമായ സ്ഥാപനത്തിന്റെ സൽപതിപ്പ് സമൂഹത്തിന് സമർപ്പിക്കാൻ ഏറെ ആഗ്രഹിച്ചിരുന്നു. ഉസ്താദ് ഹജ്ജിന് പോയി വന്നപ്പോഴേ പോണതിന് മുമ്പേ ഉസ്താദിനോട് ചോദിച്ചു, നിങ്ങൾ പോകണ്ടോ ഈ കൊല്ലം എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞില്ല, ഞാൻ എവിടെ പോയാലും ചെയ്യാനുള്ള ജോലി ഇത് തന്നെയാണ്, അപ്പം അതിനുകൊണ്ട് ഞാൻ പോണില്ല എന്ന് പറഞ്ഞു. അപ്പം പിന്നെ അങ്ങനെ ഉസ്താദിന്റെ സമ്മതപ്രകാരം ഖാദി ഉസ്താദ് ഹജ്ജിന് പോവുകയും ചെയ്ത്. പോയി വന്നപ്പോഴേക്കും ഇവിടെ കൂടിയും താറുമാറായി ഉസ്താദ് പിന്നെ കുട്ടികളും ഇവിടുന്ന് പോവുക ചെയ്ത്. പോയി വന്നതിന് ശേഷം പിന്നെ ഉസ്താദ് അങ്ങനെ കൂടി മനപ്രയാസത്തോടു കൂടി ദാറുൽ പോയി അവിടുന്ന് നമ്മളെ കോളേജ് നടത്താൻ വേണ്ടിയിട്ടുള്ള സമ്മതമൊക്കെ വാങ്ങി വന്ന് ഫസ്റ്റില് പഴയ മദ്രസയിൽ വെച്ചിട്ട് കോളേജ് തുടങ്ങി. വൈവിധ്യ വിദ്യാഭ്യാസ രീതികളിൽ പരിപൂർണമായ ദാറുൽ ഹുദ യൂണിവേഴ്സിറ്റിയുടെ സഹസ്ഥാപനമായി കുറങ്ങോത്ത് പ്രദേശത്തും കൊണ്ടുവരാൻ ഉസ്താദ് പ്രയത്നങ്ങൾ നടത്തിയിരുന്നു. നമുക്ക് ഒരു ശീലം എന്ന് പറഞ്ഞാൽ പരിപാടികളൊന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ സംസ്കാരം കഴിഞ്ഞാൽ പെട്ടെന്ന് ഉറങ്ങുന്ന ഒരു ശീലമുണ്ട്. അതുപോലെ തന്നെ എഴുന്നേൽക്കുന്നത് വളരെ നേരത്തെ എഴുന്നേൽക്കും. ഒരു 3 മണിക്കൊക്കെ അധിക സമയങ്ങളിൽ എണീക്കുന്നതാണ്. 3 മണിക്ക് എണീറ്റതിന് ശേഷം ഖുർആൻ തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഖുർആൻ പാരായണത്തിനായിട്ട് നിൽക്കും. പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളും വീട്ടിലുള്ളവർക്ക് എഴുന്നേൽക്കുമ്പോൾ തന്നെ ഉപ്പായുടെ ഖുർആൻ പാരായണം കേട്ടുകൊണ്ടാണ് എഴുന്നേൽക്കുക. അങ്ങനെ അത് കഴിഞ്ഞ് സുബ്ഹിമാൻ കൊടുത്തു കഴിഞ്ഞാൽ സുബ്ഹിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് സമയം ഖുർആൻ പാരായണത്തിനായിട്ട് ഇരിക്കുന്നൊരു സ്വഭാവമുണ്ട്. അത് കഴിഞ്ഞിട്ട് ദിവസവും അസ്മാഉൽ ബദർ പാരായണം ചെയ്യും. അത് കഴിച്ചിട്ടുമ്പോൾ റേഡിയോയിൽ വാർത്ത വന്നു കഴിഞ്ഞാൽ ആ വാർത്ത കേട്ടതിന് ശേഷമാണ് പിന്നെ ചായ കുടിക്കാനൊക്കെ വരുള്ളൂ. അങ്ങനെ ശീലമുണ്ട്. പിന്നെ കഴിഞ്ഞാൽ നേരെ കോളേജിലേക്ക് പോകും. കോളേജിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ കാര്യങ്ങളിലൊക്കെ വ്യാപൃതരാകും. ഒരുപക്ഷെ അവിടുത്തെ കുട്ടികളും ഉസ്താദന്മാരും ഒക്കെ ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇടപഴകി ജീവിച്ച ഈ അവസാന കാലങ്ങളിൽ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഉച്ച നേരത്തിന് ശേഷമാണ് പിന്നെ വീട്ടിലേക്ക് വരിക. അങ്ങനെയായിരുന്നു ഇപ്പം അതിൻ്റെ പതിവ് രീതികൾ. ഇത് ലോകം ശ്രദ്ധിക്കട്ടെ. കാലം ഇദ്ദേഹത്തിന്റെ മുദ്രകളെ എന്നും ഓർമ്മിക്കട്ടെ.